ഹരി ഓം. ഓം നമസ്കാരം എല്ലാവർക്കും. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യത് ആവിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൗചയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ സേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 78-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ദന്തവക്ത്ര വധം. അത് രാവിലെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ ബലരാമസ്വാമിയുടെ തീർത്ഥയാത്ര, വ്യാജമായിട്ടുള്ളൊരു തീർത്ഥയാത്രയാണെങ്കിലും പിന്നീട് അതൊരു ശരിയായ തീർത്ഥയാത്രയായി മാറും. ആ കഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അധ്യായം വായിക്കാം. 78-ാം അധ്യായം. എന്നിട്ട് നമുക്ക് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടസപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ശിശുപാലസ്യ സാൽവസ്യ പൗണ്ഡ്രകസ്യാപി ദുർമതിഃ പരലോകഗതാനാം ച കുർവൻ പാരോക്ഷ്യ സൗഹൃദം. ഏകഃ പദാതി സംക്രുദ്ധോ ഗദാപാണിഃ പ്രകമ്പയൻ പദ്ഭ്യാമിമാം മഹാരാജ മഹാസത്വോ വ്യദൃശ്യത. തം തദായാന്തമാലോക്യ ഗദാമാദായ സത്വരഃ അവപ്ലുത്യ രഥാത് കൃഷ്ണഃ സിന്ധും വേലേവ പ്രത്യധാത്. ഗദാമുദ്യമ്യ കാരുഷോ മുകുന്ദം പ്രാഹ ദുർമദഃ. ദിഷ്ട്യാ ദിഷ്ട്യാ ഭവാനദ്യ മമ ദൃഷ്ടിപദം ഗതഃ. ത്വം മാതുലേയോ നഃ കൃഷ്ണ മിത്രദൃങ്മാം ജിഗാംസസി. അതസ്ത്വാം ഗദയാ മന്ദ ഹനിഷ്യേ വജ്രകൽപയാ. തർഹ്യാനൃണ്യം ഉപൈമ്യജ്ഞഃ മിത്രാണാം മിത്രവത്സലഃ. ബന്ധുരൂപമരിം ഹത്വാ വ്യാധിം ദേഹചരം യഥാ. ഏവം രൂക്ഷൈസ്തുതൻ വാക്യൈഃ കൃഷ്ണം തോത്രൈരിവദ്വിപം. ഗദയാ താടയന്മൂർധ്നി സിംഹവദ്വ്യനദച്ഛസഃ. ഗദയാഭിഹതോപ്യാജൗ ന ചചാലയദുദ്വഹഃ. കൃഷ്ണോപി തം അഹൻ കുർവ്യാ കൗമോദക്യാസ്തനാന്തരേ. ഗദാ നിർഭിന്നഹൃദയഃ ഉദ്വമൻ രുതിരം മുഖാത്. പ്രസാര്യ കേശബാഹ്വംഗ്രീം ധരണ്യാം ന്യപതദ്വ്യസുഃ. തതഃ സൂക്ഷ്മതരം ജ്യോതിഃ കൃഷ്ണമാവിശദത്ഭുതം. പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവധേ നൃപ. വിദൂരതസ്തു തദ്ഭ്രാതാ ഭ്രാതൃശോകപരിപ്ലുതഃ. ആഗച്ഛത് അസി ചർമ്മഭ്യാം ഉച്ഛ്വസൻ തജ്ജിഗാംസയാ. യസ്യ ചാപതത കൃഷ്ണഃ ചക്രേണ ക്ഷുരനേമിനാ. ശിരോജഹാര രാജേന്ദ്ര സകിരീടം സകുണ്ഡലം. ഏവം സൗഭം ച സാൽവം ച ദന്തവക്ത്രം സഹാനുജം. ഹത്വാ ദുർവിഷഹാൻ അന്യൈരീഡിതഃ സുരമാനവൈഃ. മുനിഭിഃ സിദ്ധഗന്ധർവൈർവിദ്യാധരമഹോരഗൈഃ. അപ്സരോഭിഃ പിതൃഗണൈഃ യക്ഷൈഃ കിന്നരചാരണൈഃ. ഉപഗീയമാന വിജയഃ കുസുമൈരഭിവർഷിതഃ. വൃതശ്ച വൃഷ്ണിപ്രവരൈർവിവേശാലങ്കൃതാം പുരീം. ഏവം യോഗേശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വരഃ. ഈയതേ പശുദൃഷ്ടീനാം നിർജിതോ ജയതീതി സഹ. ശ്രുത്വാ യുദ്ധോദ്യമം രാമഃ കുരൂണാം സഹ പാണ്ഡവൈഃ. തീർത്ഥാഭിഷേകവ്യാജേന മധ്യസ്ഥഃ പ്രയയൗ കില. സ്നാത്വാ പ്രഭാസേ സന്തർപ്യ ദേവർഷി പിതൃമാനവാൻ. സരസ്വതീം പ്രതിസ്രോതം യയൗ ബ്രാഹ്മണ സംവൃതഃ. പൃഥൂദകം ബിന്ദുസരഃ ത്രിതകൂപം സുദർശനം. വിശാലം ബ്രഹ്മതീർത്ഥം ച ചക്രം പ്രാചീം സരസ്വതീം.
യമുനാം അനുയാന്യേവ ഗംഗാം അനുച ഭാരത ജഗാമ നൈമിഷം യത്ര ഋഷയഃ സത്രമാസതേ തമാഗതമഭിപ്രേത്യ മുനയോ ദീർഘസത്രിണഃ അഭിനന്ദ്യ യഥാന്യായം പ്രണമ്യോത്ഥായ ചാർച്ചയൻ സോർച്ചിതസ്സ പരിവാരഃ കൃതാസന പരിഗ്രഹഃ രോമഹർഷണമാസീനം മഹർഷേഃ ശിഷ്യമൈക്ഷത അപ്രത്യുത്ഥായിനം സൂതം അകൃതപ്രഹ്വണാഞ്ജലിം അധ്യാസിനം ച താൻ വിപ്രാൻ ചുകോപോദ്വീക്ഷ്യ മാധവഃ കസ്മാദസൗ ഇമാൻ വിപ്രാൻ അദ്യാസ്തേ പ്രതിലോമജഃ ധർമ്മപാലാൻ തദൈവാസ്മാൻ വദമർഹതി ദുർമതിഃ ഋഷേർഭഗവതോ ഭൂത്വാ ശിഷ്യോऽധീത്യ ബഹൂനി ച സേതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശഃ അദാന്തസ്യാവിനീതസ്യ വൃഥാ പണ്ഡിതമാനിനഃ ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാജിതാത്മനഃ ഏതദർത്ഥോ ഹി ലോകേऽസ്മിന്നവതാരോ മയാ കൃതഃ വദ്യാ മേ ധർമ്മധ്വജിനഃ തേ ഹി പാതകിനോധികാഃ ഏതാവദുക്ത്വാ ഭഗവാൻ നിവൃത്തോ അസദ്വദാദപി ഭാവിത്വാ തം കുശാഗ്രേണ കരസ്തേനാഹനത് പ്രഭുഃ ഹാഹേതിവാദിനഃ സർവേ മുനയഃ ഖിന്നമാനസാഃ ഊജുഃ സംഘർഷണം ദേവം അധർമ്മസ്തേ കൃതഃ പ്രഭോ അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിർയദു നന്ദന ആയുശ്ചാത്മാക്ലമം താവത് യാവത് സത്രം സമാപ്യത്തെ അജാനതൈവാചരിതഃ ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാംനായോപി നിയാമകഃ യദ്യേതദ് ബ്രഹ്മഹത്യായാഃ പാവനം ലോകപാവന ചരിഷ്യതി ഭവാൻ ലോകസംഗ്രഹോ അനന്യചോദിതഃ ശ്രീഭഗവാനുവാച കരിഷ്യേ വദ നിർവേശം ലോകാനുഗ്രഹകാമ്യയാ നിയമഃ പ്രഥമേ കൽപേ യാവാൻ സതു വിധീയതാം ദീർഘമായുർബദൈതസ്യ സത്വമിന്ദ്രിയമേവ ച ആശാസിതം യത്തദ്ബ്രൂത സാധയേ യോഗമായയാം. ഋഷയ ഊജുഃ അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേത് വചഃ സത്യം തഥാ രാമവിധീയതാം. ശ്രീഭഗവാനുവാച ആത്മാ വൈ പുത്ര ഉത്പന്നഃ ഇതി വേദാനുശാസനം തസ്മാദസ്യ ഭവേത് വക്ത ആയുരിന്ദ്രിയസത്വവാൻ കിം വഃ കാമോ മുനിശ്രേഷ്ഠ ബ്രൂതാഹം കരവാണ്യത അജാനതസ്ത്വപചിതിം യഥാ മേ ചിന്ത്യതാം ബുധാഃ. ഋഷയ ഊജുഃ ഇൽവലസ്യ സുതോ ഘോരോ ബൽവലോ നാമ ദാനവഃ സദൂഷയതി ന സത്രം ഏത്യ പർവണി പർവണി തം പാപം ജഹിദാശാർഹ തന്ന ശുശ്രൂഷണം പരം പൂയശോണിത വിന്മൂത്രസുരാമാംസാ വിവർഷിണം തതശ്ച ഭാരതം വർഷം പരീത്യ സുസമാഹിതഃ ചരിത്വാ ദ്വാദശമാസാൻ തീർത്ഥസ്നായി വിശുദ്ധ്യസീം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവചരിത്രേ ബൽവലവദ ഉപക്രമോ നാമ അഷ്ടസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ.
നാരായണ. ഹരി ഓം. നമ്മൾ സാൽവവധം കഴിഞ്ഞ് ദന്തവക്ത്രവധം ആണ് രാവിലെ കണ്ടത്. ഈ 78-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം ഭഗവാൻ ദന്തവക്ത്രനെ വധിക്കുന്ന ചരിതമാണ്. ജയവിജയന്മാരിൽ വിജയൻ തന്നെയാണ് ശാപം കൊണ്ട് ഹിരണ്യാക്ഷനും കുംഭകർണനും പിന്നീട് ദന്തവക്ത്രനുമായി തീർന്നത്. അത് തെളിയിച്ചുകൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടതായിട്ടുള്ള ദന്തവക്ത്രന്റെ ശരീരത്തിൽ നിന്ന് ഒരു ജ്യോതിസ് എല്ലാവരും നോക്കി നിൽക്കെ ഭഗവാനിലേക്ക് ചെന്ന് ലയിക്കുന്നതും കണ്ടു. അത്ഭുതകരമായിട്ടുള്ള ആ ഒരു ദൃശ്യത്തെക്കുറിച്ച് വർണ്ണിച്ചു. പിന്നീട് ദന്തവക്ത്രന്റെ സഹോദരൻ വിദൂരഥൻ ഭഗവാന്റെ നേരെ ഗദയുമായി പാഞ്ഞു വന്നു. വാളും പരിചയവുമായിട്ട് വന്നു. ഭഗവാൻ ചക്രം കൊണ്ട് അവന്റെ ശിരസ്സും ഛേദിച്ചു. സ കിരീടം സ കുണ്ടലം, കിരീട കുണ്ടലങ്ങളോടുകൂടിയ അവന്റെ ശിരസിനെ ഛേദിച്ചു കളഞ്ഞു. ഇങ്ങനെ ദുഷ്ടന്മാരെയെല്ലാം ഭഗവാൻ നിഗ്രഹിച്ചു. എല്ലാവരാലും സ്തുതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മുനികളും സുരമാനവന്മാരും സിദ്ധഗന്ധർവന്മാരും വിദ്യാധര മഹോരകങ്ങളും അപ്സരസ്സും പിതൃഗണങ്ങളും യക്ഷകിന്നര ചാരണന്മാരും എല്ലാവരും സ്തുതിക്കുകയും പുഷ്പവർഷം ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഭഗവാൻ ആ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിക്കുന്നത്. രാജസൂയയാഗം കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഈ സാൽവനെയും മറ്റും വധിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെയുള്ള യോഗേശ്വരനായ ജഗദീശ്വരനായ ഭഗവാൻ വാസ്തവത്തിൽ ജയിക്കുകയോ ജയിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അങ്ങനെ തോന്നുന്നത് പശുദൃഷ്ടികളായിട്ടുള്ള ആളുകൾക്കാണ് എന്നും സൂചിപ്പിച്ചു. അങ്ങനെ 16-ാം ശ്ലോകത്തോടുകൂടി ഭഗവാന്റെ ആ സാൽവവധം, ദന്തവക്ത്രവധം, വിദൂരഥവധം മുതലായ കഥകളെ ഉപസംഹരിച്ചു. പിന്നീട് 17-ാം ശ്ലോകം മുതൽക്ക് ബലരാമസ്വാമി തീർത്ഥയാത്ര പോകുന്നത് വർണ്ണിക്കുകയായിരുന്നു. പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം തീരുമാനമായി അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തീർത്ഥ അഭിഷേകവ്യാജേന മധ്യസ്ഥ പ്രയയൗ കില. മധ്യസ്ഥ, രണ്ട് പക്ഷത്തും നിൽക്കാൻ മനസ്സില്ലാത്തവനായ, നിഷ്പക്ഷൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ബലരാമസ്വാമി തീർത്ഥ അഭിഷേക വ്യാജേന, തീർത്ഥാഭിഷേകത്തിന് എന്നും പറഞ്ഞുകൊണ്ട്, കാരണം തനിക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും തലയൂരണം, അപ്പൊ അതിന് തീർത്ഥാഭിഷേകം ഒരു നിമിത്തം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് വ്യാജമായിട്ടാണ് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഉപായമാണ് എന്നിവിടെ ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു. അപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം മഹാഭാരത യുദ്ധത്തിന് യഥാർത്ഥത്തിൽ മധ്യസ്ഥം വഹിക്കേണ്ടത് എങ്ങനെയായിരുന്നു? രണ്ടുപേരെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാണ്ഡവന്മാരെ സാന്ത്വനിപ്പിക്കാനുള്ള രീതിയിൽ അവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള പാതിരാജ്യം, അവരുടെ ഇന്ദ്രപ്രസ്ഥ സാമ്രാജ്യം അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. അതിനുള്ള മധ്യസ്ഥമാണ് വഹിക്കേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അതിലേക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഒരു പ്രയത്നവും ചെയ്തില്ല. ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്തില്ല എന്ന് പറയാ. എന്നാൽ ഭഗവാൻ അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്ത് ലോകത്തിന് മാതൃക കാണിച്ചു തരുന്നു. ഭഗവാനെ ആർക്കും ഒന്നും കുറ്റം പറയാൻ നിവൃത്തിയില്ല. ഭഗവാൻ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി മുമ്പേ തന്നെ ദൂതനായും മറ്റുമൊക്കെ പ്രയത്നം ചെയ്യുന്നു. എല്ലാ രീതിയിലും നോക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഭഗവാന്റെ ഉള്ളില് യുദ്ധം വേണമെന്നാണെങ്കിൽ പോലും ലോകത്തിന്റെ മുമ്പിൽ അതിനുവേണ്ടി താൻ പരിശ്രമിക്കുന്നുണ്ട്, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പരിശ്രമിക്കേണ്ടതാണ് എന്ന് മാതൃക കാണിക്കുകയാണ്. യുദ്ധം ഒഴിവാകില്ല എന്ന് ഭഗവാൻ അറിയാം, യുദ്ധം ഒഴിവാകരുത് എന്നും ഭഗവാന് നിശ്ചയമുണ്ട്. അതിലൂടെയാണ് ഈ ഭൂമിയുടെ ഭാരം തനിക്ക് തീർക്കാൻ കഴിയുക എന്നും അറിയാം.
എന്നാലും ലോകത്തിന് വേണ്ടി ഭഗവാൻ കാണിച്ചു തരണം. അപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും ബലരാമസ്വാമിക്ക് ചെയ്യാൻ തോന്നിയില്ല. അത് ദുര്യോധനനോടുള്ള അമിത വാത്സല്യമാണ്, മമതയാണ്, പക്ഷപാതമാണ് അതിന് കാരണം, വേറൊന്നുമല്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ യുദ്ധം ഒരു പക്ഷേ ഒഴിവാക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം എന്തായാലും ഇദ്ദേഹം തീർത്ഥയാത്ര വ്യാജേന പുറപ്പെട്ടു. അദ്ദേഹം പ്രഭാസത്തിൽ ആദ്യം കുളിച്ച് തർപ്പണാദികൾ ചെയ്തു. സരസ്വതി നദിയുടെ സ്രോതസ്സിനെ നോക്കിക്കൊണ്ട് വടക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രാഹ്മണരും മറ്റുമൊക്കെ കൂടി ബ്രാഹ്മണ സമൃദ്ധ യയൗ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പോയ തീർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. പൃഥൂതകം, ബിന്ദുസരഹ, ത്രിതകൂപം, സുദർശനം, വിശാലം, ബ്രഹ്മതീർത്ഥം, ചക്രം, പ്രാചീം, സരസ്വതീം. കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയുടെ വഴിക്ക് പോയി, യമുനയുടെ അരികിലൂടെ താഴോട്ട് പോയി, ഗംഗയുടെ അരികത്തുകൂടെ സഞ്ചരിച്ചു. പിന്നീട് അദ്ദേഹം നൈമിശാരണ്യം എന്ന സ്ഥലത്തേക്ക് ചെന്നു ചേർന്നു. ജഗാമ യത്ര ഋഷയ സത്രമാസതെ, എവിടെയാണോ ഋഷീശ്വരന്മാർ ശൗനകാദികൾ സത്രം നടത്തുന്നത് അവിടേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ കലിയുഗം ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ കലി ബാധിക്കാതിരിക്കാൻ വേണ്ടി ശൗനകാദികൾ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം ആ നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു ചക്രം വന്ന് പതിഞ്ഞ് ബ്രഹ്മദേവൻ ഉരുട്ടിവിട്ട ചക്രം ശീർണമായ സ്ഥാനമാണ്. അവിടെ വെച്ച് അനേകായിരം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സത്രം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ സത്രത്തിൽ യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒപ്പം സത്സംഗവും നടക്കുന്നുണ്ട്. അതിന് വ്യാസശിഷ്യനായ പൗരാണികനായ സൂതൻ, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സൂതന്റെ പേര് രോമഹർഷണൻ എന്ന സൂതനാണ്. ആ രോമഹർഷണൻ ഇരുന്ന് പ്രധാന ആസനത്തിൽ ഇരുന്നു കൊണ്ട് ശൗനകാദികൾക്ക് ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആ രംഗത്തേക്കാണ് ബലരാമസ്വാമി ചെന്ന് പ്രവേശിക്കുന്നത്. അവിടെയുള്ള ശൗനകാദി ബ്രാഹ്മണരെല്ലാവരും ചേർന്ന് ബലരാമസ്വാമിയെ വിധിപ്രകാരം സൽക്കരിക്കുന്നു, പൂജിക്കുന്നു, സ്വീകരിച്ച് ആനയിക്കുന്നു. ആ രംഗത്താണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ ഈ വ്യാസപീഠം എന്നറിയപ്പെടുന്ന അഗ്രാസനത്തിലിരുന്ന് ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് അവർക്ക് ഉപദേശം കൊടുക്കുന്ന ആ സൂതൻ ലോമഹർഷണൻ മാത്രം അവിടുന്ന് എഴുന്നേറ്റ് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. അപ്പൊ ഇത് കണ്ട് ബലരാമസ്വാമിക്ക് കോപം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ചിന്താഗതിയും പ്രവൃത്തിയുമാണ് പിന്നീട് കാണിക്കുന്നത്. അതൊരു വലിയ പാപമായി തീരുകയാണ്. ആ പാപത്തിന് പരിഹാരമായിട്ട് പിന്നീട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ബലരാമസ്വാമി ചോദിക്കുകയാണ്. ബ്രഹ്മഹത്യാ പാപം അദ്ദേഹത്തിന് വന്നു ചേർന്നു. ആ ബ്രഹ്മഹത്യയിൽ നിന്നുള്ള നിവൃത്തിക്ക് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനൊരു 3 ഉപായങ്ങൾ ഈ ബ്രാഹ്മണര് സൗനകാദികൾ ഉപദേശിക്കുന്നു. അത് പ്രകാരം അദ്ദേഹം ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ കാര്യങ്ങളാണ് അടുത്ത അധ്യായത്തിലെ വിഷയം. അദ്ദേഹം ചെയ്യുന്ന പ്രായശ്ചിത്തങ്ങളെയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ 2 അധ്യായങ്ങളായിട്ടാണ് ബലരാമസ്വാമിയുടെ ഈ പരാക്രമങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികളെക്കുറിച്ച് ചരിതം എന്ന് പറയാം, ബലരാമചരിതം, ബലദേവ ചരിതം വർണ്ണിച്ചിട്ടുള്ളത്. നമുക്ക് 21-ാം ശ്ലോകം മുതൽക്ക് കാണാം. തമാഗതമഭിപ്രേത്യ മുനയോ ദീർഘസത്രിണഃ അഭിനന്ദ്യ യഥാ ന്യായം പ്രണമ്യോത്ഥായ ചാർച്ചയൻ. തമാഗതം അഭിപ്രേത്യ മുനയോ ദീർഘസത്രിണഃ അഭിനന്ദ്യ യഥാ ന്യായം പ്രണമ്യോത്ഥായ ചാർച്ചയൻ.
തം ആഗതം അഭിപ്രേത്യ മുനയോ ദീർഘസത്രിണഃ അഭിനന്ദ്യ യഥാ ന്യായം പ്രണമ്യ ഉത്ഥായ ച അർച്ചയന്. തം ആഗതം അഭിപ്രേത്യ, അദ്ദേഹത്തെ, ഇവിടെ തം എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ബലരാമസ്വാമിയെ. ആഗതം അഭിപ്രേത്യ, ആഗതനായി വരുന്നു എന്നറിഞ്ഞിട്ട്. ആഗതം അഭിപ്രേത്യ, ഇവിടെ അഭിപ്രേത്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേരെ പ്രയാണം ചെയ്തിട്ട് അടുത്തേക്ക് വന്നിട്ട്. പ്രേത്യ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഏത്യ, ഇണ് ഗതൗ എന്നുള്ള ധാതുവിന്റെ പ്രയോഗമാണ് ഇവിടെ പ്രേത്യ. മറ്റേത് അഭിപ്രായം എന്നുള്ള അർത്ഥത്തിലും ചിലയിടത്ത് അഭിപ്രേത്യ എന്ന് പ്രയോഗിക്കും. തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ട് എന്നർത്ഥത്തിൽ ഇവിടെ അഭിപ്രേത്യ. അഭി എന്ന് പറഞ്ഞാൽ നേർക്ക്, അഭിതഹ മുമ്പിലേക്ക്, പ്രേത്യ പ്രകർഷേണ ഏത്യ ചെന്ന് ചേർന്നിട്ട്, അപ്പൊ എതിരേറ്റിട്ട് എന്നർത്ഥം. അഭിഗമിക്കുക എന്നാണ് സാധാരണ പ്രയോഗിക്കുക, ഇവിടെ അഭിപ്രേത്യ എന്ന് പറഞ്ഞു. അപ്പൊ നേരിട്ട് ചെന്നിട്ട്. ആ ദീർഘസത്രിണ മുനയ, 1000ഓളം വർഷം നീണ്ടു നിൽക്കുന്ന സത്രം അനുഷ്ഠിക്കുന്നവരായ മുനികൾ, ശൗനകാദി മുനിശ്രേഷ്ഠന്മാർ. ശൗനകാദികൾ 80,000ഓളം പേരാണ് അവിടെ കൂടിയിട്ടുള്ളത് എന്ന് നമ്മുടെ ഭാഗവത ആരംഭത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദീർഘസത്രം ആരംഭിച്ചിരിക്കുന്ന ആ മുനികൾ വന്നു ചേർന്ന ആഗതനായ അദ്ദേഹത്തെ അഭിപ്രേത്യ എതിരേറ്റ് ചെന്ന് അഭിനന്ദിച്ച് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ച് എന്നാണ് അർത്ഥം. അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി നന്ദിപ്പിക്കുക. നന്ദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വന്ന കാര്യത്തിൽ സന്തോഷമായി ഞങ്ങൾക്ക് എന്ന് പ്രകടിപ്പിക്കുകയൊക്കെ വേണം. സ്വാഗതം പറയുക, നമസ്കാരാദികൾ ചെയ്യുക, കുശല പ്രശ്നങ്ങൾ ചെയ്യുക, ഇതിലൂടെയൊക്കെയാണ് അഭിനന്ദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അങ്ങനെ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് യഥാന്യായം പ്രണമ്യ, യഥാന്യായം ആരൊക്കെ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ വണങ്ങുന്നു ആ ക്രമത്തിൽ ഇവരുടെ സീനിയോറിറ്റി അനുസരിച്ച് ബലരാമസ്വാമിയെ വണങ്ങുക, മറ്റതൊക്കെ ചെയ്യുന്നു. ഇനി മുനിമാര് വലിയ വൃദ്ധന്മാരായിട്ടുള്ള മുനിമാരൊക്കെ ഉണ്ടെങ്കിൽ ബലരാമസ്വാമി അങ്ങോട്ട് വണങ്ങും. അപ്പൊ അങ്ങനെ പല രീതിയിൽ ന്യായം എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം എന്നർത്ഥം. അതുപോലെ ബലരാമസ്വാമിയുടെ കൂടെ പല ബ്രാഹ്മണരും വന്നിട്ടുണ്ട് എന്നുണ്ട്. അതിൽ വന്ദിക്കേണ്ട ബ്രാഹ്മണരെ ഈ ഭാഗത്തുള്ളവർ വന്ദിക്കും, അവരിൽ ഇങ്ങോട്ട് വന്ദിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ദിക്കും. അപ്പൊ അതെല്ലാം വിധിപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ നടക്കുന്നു. പരസ്പരം യഥാന്യായം പ്രണമ്യ, പ്രണമിച്ചിട്ട് ഉത്ഥായ എഴുന്നേറ്റിട്ട് അർച്ചയഞ്ച, അർച്ചിക്കുക അഥവാ സൽക്കാരം ചെയ്തു, പൂജിച്ചു എന്നർത്ഥം. അർഘ്യം പാദ്യം ആചമനീയം മുതലായത് കൊടുത്ത് പിന്നീട് ആസനാദികൾ സമർപ്പിച്ച് ഇരുത്തും. അതിനുശേഷം കുശല പ്രശ്നങ്ങളും അതുപോലെയുള്ള മറ്റ് സൽക്കാരങ്ങളും. അപ്പൊ എന്തായാലും കാല് കഴുകിക്കലും സ്വീകരിക്കലും ഒക്കെ ചെയ്തു എന്ന് താല്പര്യം അർച്ചയെന്ന്. അങ്ങനെ ചെയ്തപ്പോഴോ സോർച്ചിത സപരിവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിഷ്യമൈക്ഷത. സോർച്ചിത സപരിവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിഷ്യം ഐക്ഷത. അപ്പൊ അങ്ങനെ സഹ പരിവാര അല്ലെങ്കിൽ സപരിവാര സഹ അർച്ചിത, തന്റെ പരിവാരങ്ങളോട് കൂടിയവനായിട്ട് ബ്രാഹ്മണരോട് കൂടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ആ തന്റെ കൂടെ വന്നവരെയും കൂടി പൂജിക്കപ്പെട്ടവനായിട്ടുള്ള ബലരാമൻ. കൃതാസന പരിഗ്രഹ, ആസനം പരിഗ്രഹം അല്ലെങ്കിൽ ആസനത്തെ പരിഗ്രഹിച്ചവനായിട്ട് ചെയ്യപ്പെട്ട ആസന പരിഗ്രഹത്തോടു കൂടിയവൻ. ആസനം കൊടുത്തപ്പോൾ അതിനെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ആസനത്തോടു കൂടിയവനായി ആസനത്തിലിരിക്കുമ്പോൾ സഹ ആസീനം രോമഹർഷണം മഹർഷേഹേ ശിഷ്യം ഐക്ഷത. സഹ ബലരാമ ആസീനം രോമഹർഷണം, അവിടെ പ്രധാന വേദിയില് ആസനത്തിൽ ഇരിക്കുന്നവനായ ആസനസ്ഥനായിരിക്കുന്ന രോമഹർഷണൻ എന്ന സൂതനെ മഹർഷേഹേ ശിഷ്യം, മഹർഷേഹേ ശിഷ്യം വ്യാസമഹർഷേഹേ ശിഷ്യം,
വ്യാസമഹർഷിയുടെ ശിഷ്യനായിരിക്കുന്ന അദ്ദേഹത്തെ ഐക്ഷത നേരിൽ കണ്ടു. ഇപ്പോഴാണ് കാണുന്നത്. അത്രയും ആളുകളുണ്ടല്ലോ അവിടെ, 80,000 മുനിമാരുണ്ടല്ലോ, അവരെല്ലാം കൂടി വന്ന് സ്വീകരിച്ചു. ആ തിരക്കിൻ്റെ ഇടയിൽ എവിടെയോ ദൂരെ ഇരിക്കുന്ന രോമഹർഷണനെ കണ്ടില്ല. ഇപ്പൊ അവിടേക്ക് ചെന്ന് ആസനത്തിൽ ഇരിക്കാൻ വേണ്ടി ആസനമെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇരിക്കാൻ പുറപ്പെടുമ്പോഴാണ് അവിടെ പ്രധാന സ്ഥാനത്ത് അനങ്ങാതിരിക്കുന്നതായിട്ടുള്ള ഒരാളെ കാണുന്നത്. നല്ലോണം സൂക്ഷിച്ചു നോക്കിയപ്പോൾ വ്യാസപുത്രനായ രോമഹർഷണനാണ് എന്ന് മനസ്സിലാക്കി. അതോടുകൂടി സ്വഭാവം പ്രകടമാകുന്നു, അല്ലേ? എന്താ സ്വഭാവം? ആദിശേഷൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ്, കോപം പെട്ടെന്ന് വരുന്ന സ്വഭാവമാണ്. സർപ്പങ്ങൾക്കൊക്കെ കോപം പ്രകടമാണ്. അപ്പൊ ആ കോപം പ്രകടിപ്പിച്ചുകൊണ്ട് ബലരാമസ്വാമി ഈ സൂതനെ, രോമഹർഷണനെ വധിക്കുന്നതായിട്ടുള്ള അതിനു മുമ്പുള്ള ചിന്ത കൂടിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്രത്യുത്ഥായിനം സൂതം അകൃത പ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാൻ ചുകോപ ഉദ്വീക്ഷ്യ മാധവഃ. അപ്രത്യുത്ഥായിനം സൂതം അകൃത പ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാൻ ചുകോപ ഉദ്വീക്ഷ്യ മാധവഃ. അപ്പോ അപ്രത്യുത്ഥായിനം, പ്രത്യുത്ഥാനം ചെയ്തവൻ പ്രത്യുത്തായി, തം പ്രത്യുത്തായിനം. ഇവിടെ ന പ്രത്യുത്തായി, പ്രത്യുത്ഥാനം ചെയ്തില്ല. അങ്ങനെ പ്രത്യുത്ഥാനം ചെയ്യാത്തവനായ അകൃത പ്രഹ്വണ അഞ്ജലിം, അകൃതം ന കൃതം, ചെയ്തില്ല. എന്ത് ചെയ്തില്ല? പ്രഹ്വണം അഞ്ജലി. പ്രഹ്വണം എന്ന് പറഞ്ഞാൽ ആ നമസ്കാര വിനയഭാവവും അഞ്ജലി കൈകൂപ്പലും. അപ്പൊ കൈകൂപ്പിക്കൊണ്ട് നമസ്കാരം ചെയ്യാത്തവൻ, പ്രഹ്വണം ചെയ്യാത്തവൻ, അഞ്ജലി കൂപ്പാത്തവനുമായ സൂതം, ആ സൂതനെ അധ്യാസീനം, അവിടെ ഉന്നത സ്ഥാനത്തിൽ അധിവസിക്കുന്നവനായി ഇരിക്കുന്നവനായി ഉദ്വീക്ഷ്യ, അതുപോലെ താൻ വിപ്രാൻ അധ്യാസീനം എന്ന് എടുക്കാം. താൻ വിപ്രാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബ്രാഹ്മണരെക്കാൾ മുകളിലായി ഇരിക്കുന്നവൻ, അവരെയൊക്കെ താഴെയാക്കിക്കൊണ്ട് ഇരിക്കുന്നവൻ, എല്ലാറ്റിനും ഉപരിയായിരിക്കുന്നവൻ, അധിവസിക്കുന്നവൻ. അധി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ താഴെയാക്കിക്കൊണ്ട് മുകളിലിരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നു, ബാക്കിയുള്ള ബ്രാഹ്മണരെയൊക്കെ താഴെയാക്കിക്കൊണ്ട്. അങ്ങനെയുള്ള സൂതനെ ഉദ്വീക്ഷ്യ, നല്ലോണം നോക്കിയിട്ട്, മാധവഃ ചുകോപ, ഇവിടെ ഭഗവാനുമായി ഭേദമില്ലാത്ത ആ പ്രയോഗം, പര്യായം പ്രയോഗിച്ചിരിക്കണു. മാധവഃ, ആ മാധവൻ, മായാനാഥനായ ഭഗവാൻ ഇവിടെ ചുകോപ, ബലരാമസ്വാമി കോപിച്ചു എന്നാണ്. അപ്പോൾ തന്നെ പോലെ ഉള്ള ആളുകൾ വരുമ്പോൾ എഴുന്നേൽക്കാതിരിക്കുകയും വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് തൊഴുകയോടെ അഞ്ജലി കൂപ്പിക്കൊണ്ട് നിൽക്കാതെ നമസ്കരിക്കാതിരിക്കുകയും മറ്റുള്ള ബ്രാഹ്മണരെക്കാൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുകയും ചെയ്യുന്ന ഈ സൂതനെ നോക്കിക്കൊണ്ട് അദ്ദേഹം കോപിച്ചു. യസ്മാദസൗ ഇമാൻ വിപ്രാൻ അദ്യാസ്തേ പ്രതിലോമജഃ ധർമ്മപാലാൻ തഥൈവാസ്മാൻ വദമർഹതി ദുർമതിഃ. യസ്മാദസൗ ഇമാൻ വിപ്രാൻ അദ്യാസ്തേ പ്രതിലോമജഃ ധർമ്മപാലാൻ തദൈവാസ്മാൻ വദമർഹതി ദുർമതിഃ. അപ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് വരുന്നത്. ബലരാമസ്വാമിയുടെ ഉള്ളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ദുർമതി എന്നൊക്കെ പറയണത്. സൂതനെ കുറിച്ച് ദുർമതി, ദുർബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ യസ്മാത്, എന്ത് കാരണം കൊണ്ടാണ് ദുർമതിഹി, ഈ ദുഷ്ടബുദ്ധിയായിട്ടുള്ള പ്രതിലോമജഃ അസൗ. പ്രതിലോമജൻ എന്ന് പറഞ്ഞാല് സൂതൻ എന്നുള്ള അർത്ഥത്തിലാണ്. പ്രതിലോമമായി ജനിച്ചവൻ. അനുലോമം, പ്രതിലോമം, ഇങ്ങനെ വിവാഹബന്ധങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ ബ്രാഹ്മണ പുരുഷന് ക്ഷത്രിയ സ്ത്രീയിലുണ്ടായാൽ അത് അനുലോമജൻ. അവനെ ക്ഷത്രിയനായിട്ട് പ്രധാനമായി കണക്കാക്കും. പിന്നെ അവന്റെ പ്രവൃത്തി കൊണ്ട്, സ്വഭാവം കൊണ്ടൊക്കെ ആരാന്ന് നിശ്ചയിക്കും. ഇപ്പൊ ജന്മം കൊണ്ട് ഒരു ഐഡന്റിറ്റി. ഇവിടെ
പ്രതിലോമജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീക്ക് ക്ഷത്രിയ പുരുഷനിൽ ഉണ്ടാകുന്നവരെയാണ് സൂതന്മാരെന്ന് പറയുക. ബ്രാഹ്മണ സ്ത്രീ ക്ഷത്രിയ പുരുഷൻ, അപ്പോൾ അത് പ്രതിലോമ വിവാഹമാണ്. അങ്ങനെ പ്രതിലോമമായി ജനിച്ചവൻ പ്രതിലോമജൻ, അവരെയാണ് സൂതൻ എന്ന് വിളിക്കുന്നത്. ആ പ്രതിലോമജനായിരിക്കുന്ന ഇവൻ അസൗ ധർമ്മപാലാനിമാൻ വിപ്രാൻ തദായേവ അസ്മാൻ അധ്യാസ്തേ. ധർമ്മത്തെ പരിപാലിക്കുന്നവരായ ഈ ബ്രാഹ്മണരെയും, എൻ്റെ കൂടെ വന്ന ബ്രാഹ്മണരുണ്ട്, ഇവിടെ തന്നെ ഓൾറെഡി ശൗനകാദി ബ്രാഹ്മണരുണ്ട്, ഇവരെയെല്ലാം തദായേവ അസ്മാൻ അധ്യാസ്തെ, ഞങ്ങളെയും അധിവസിക്കുന്നു, അഥവാ മുകളിലിരിക്കുന്നു എന്നർത്ഥം. ഞങ്ങളെക്കാൾ മുകളിലിരിക്കുന്നു. തസ്മാത് വധമർഹതി, അതുകൊണ്ട് ഇവൻ വധിക്കപ്പെടേണ്ടവനാണ്, വധമർഹിക്കുന്നവനാണ്, ഇവൻ അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ദുർമതി എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വാസ്തവത്തിൽ ബലരാമസ്വാമിക്ക് ബുദ്ധി ദുഷിക്കുകയാണ് ഇവിടെ സന്ദർഭവശാൽ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ അറിവില്ലാതെ ചെയ്യുന്നതല്ല, ബുദ്ധി ദുഷിച്ചതുകൊണ്ട് വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ബലരാമസ്വാമി ചിന്തിക്കുന്നത്. എന്നിട്ട് ഋഷേർ ഭഗവതോ ഭൂത്വ ശിഷ്യോധീത്യ ബഹൂനി ച സേതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശഃ. ഋഷേർ ഭഗവതോ ഭൂത്വ ശിഷ്യോധീത്യ ബഹൂനി ച സേതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശഃ. അപ്പൊ ഇവൻ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എല്ലാ അറിവുണ്ട്. ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ സാക്ഷാൽ വ്യാസനിൽ നിന്ന് തന്നെ അധ്യയനം ചെയ്തിട്ടുണ്ട്. അതാണ് ഋഷേഹേ ഭഗവതോ ഭൂത്വാ ശിഷ്യ, ഭഗവതഃ ഋഷേഹേ ശിഷ്യ ഭൂത്വ. ഭഗവാനായ സർവജ്ഞനായ വ്യാസ ഋഷിയുടെ ശിഷ്യനായി ഭവിച്ചിട്ട് ബഹൂനി ഇതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശഃ അധീത്യ, പല രീതിയിലുള്ളതായിട്ടുള്ള പലതായിരിക്കുന്ന ബഹുക്കളായിരിക്കുന്ന ഇതിഹാസങ്ങളോടുകൂടിയ പുരാണങ്ങളെയും, സേതിഹാസ പുരാണാനി ഇതിഹാസങ്ങളോടുകൂടെ പുരാണങ്ങളെയും, ധർമ്മശാസ്ത്രാണി ധർമ്മശാസ്ത്രങ്ങളെയും എല്ലാം വ്യാസനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് അറിവുള്ള ആളാണ് ഈ ധിക്കാരം ചെയ്യുന്നത് എന്നാണ് ഇപ്പോ ബലരാമസ്വാമിയുടെ ഉള്ളില് മത്സരബുദ്ധി തോന്നുന്നത്. ഇനി തുടരുകയാണ് അദ്ദേഹത്തിന്റെ ചിന്ത. അദാന്തസ്യാവിനീതസ്യ വൃഥാ പണ്ഡിതമാനിനഃ ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാജിതാത്മനഃ. അദാന്തസ്യാവിനീതസ്യ വൃഥാ പണ്ഡിതമാനിനഃ ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാജിതാത്മനഃ. ഈ സൂതനെ കുറിച്ച് മത്സരബുദ്ധി തോന്നുകയാണ് ബലരാമൻ. എന്തൊക്കെയാ തോന്നുന്നത്? അദാന്തസ്യ, ദമമില്ലാത്തവൻ, ദാന്തനല്ലാത്തവൻ, അടക്കമില്ലാത്തവൻ, താൻ തോന്നി എന്നർത്ഥമാണ്. അപ്പൊ അടക്കമില്ലാത്തവനും അവിനീതസ്യ, വിനയമില്ലാത്തവനും, യാതൊരു വിനയവും പ്രകടിപ്പിക്കാത്തവനും, വൃഥാ പണ്ഡിതമാനിനഃ, വ്യർത്ഥമായിട്ട് ഞാൻ പണ്ഡിതനാണ്, എല്ലാം അറിവുള്ളവനാണ് എന്ന് മാനിക്കുന്നവനും, അജിതാത്മനഃ, ആത്മജയം നേടാത്തവനും, അഥവാ ഇന്ദ്രിയജയം മനോജയമൊന്നും നേടാത്തവനുമായിട്ടുള്ള നടസ്യ ഇവ, ഒരു നടനെ പോലെ എന്ന് പറഞ്ഞാൽ വേഷം കെട്ടിയിരിക്കുന്ന ആചാര്യൻ എന്നർത്ഥത്തിലാണ്. ഒരു വേഷം കെട്ടിയിരിക്കുന്നവൻ എന്ന പോലെ ഗുണായ ന ഭവന്തി സ്മ. അപ്പൊ ഇയാള് ധർമ്മശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ട് അതൊന്നും അയാൾക്ക് ഗുണത്തിനായിട്ട് ഭവിച്ചിട്ടില്ല, അതൊന്നും വേണ്ട പോലെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടില്ല. ശാസ്ത്രങ്ങളൊക്കെ വെറുതെ പറയുന്നുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയാ. അപ്പോ ഇവിടെ ബലരാമസ്വാമി ആയതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നതൊക്കെ ശരി എന്നുണ്ടോ? ഭഗവാന്റെ അവതാരമാണ്, അതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നതൊക്കെ ശരി എന്നുണ്ടോ? ഇവിടെ ഇല്ല, അങ്ങനെ ഇല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇത് എന്താ പറയുക, പൂർവപക്ഷമാണിതെല്ലാം. ബലരാമസ്വാമി തന്നെയാണ് മുമ്പ് ലക്ഷ്മണനായിട്ടും അവതരിച്ചത്, അല്ലേ?
ആ ലക്ഷ്മണനായിരിക്കുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിച്ച് ആരെങ്കിലും എതിർക്കാൻ വന്നാൽ ഭരതനാണെങ്കിലും ശത്രുഘ്നനാണെങ്കിലും അവരെയൊക്കെ ഞാൻ ശരിയാക്കിയിട്ട് അമ്മമാരെ പോലും ഞാൻ നിയന്ത്രിച്ചിട്ട് ഞാൻ ഏട്ടനെ പിടിച്ച് രാജാവാക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ലക്ഷ്മണൻ പറഞ്ഞതൊക്കെ ശരിയാണോ? ന്യായമാണോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതേ ലക്ഷ്മണൻ തന്നെയാണ്, അതേ ആദിശേഷൻ തന്നെയാണ് ഇവിടെ ബലരാമനായിട്ടും ഇവിടെ ഇതൊക്കെ പറയുന്നതും ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതൊന്നും ശാസ്ത്രമല്ല, ഭഗവാന് സമ്മതമായിട്ടുള്ള കാര്യവും അല്ല. ഇവിടെ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഭഗവാനിൽ നിന്ന് വേറിട്ട് തീർത്ഥയാത്ര വ്യാജേന അവിടുന്ന് രക്ഷപ്പെട്ട് ധർമ്മം അനുഷ്ഠിക്കാതെ വന്നിരിക്കുന്ന ആളാണ്. അദ്ദേഹം ധർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടിയിരുന്നതെങ്കിൽ അദ്ദേഹം ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്, കൃഷ്ണൻ ചെയ്തതുപോലെ. കൃഷ്ണനേക്കാൾ മുമ്പേ ചെയ്യേണ്ട ആളാണ്, ജ്യേഷ്ഠനാണ്, സ്ഥാനം കൊണ്ട് കാരണവരാണ്, ജ്യേഷ്ഠനാണ്. കൃഷ്ണ നീ പോണ്ട, ഞാൻ നോക്കിക്കോളാം. അതായിരുന്നു ധർമ്മം. അപ്പോ അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കാതെ മമത കൊണ്ട് ദുര്യോധനനോടുള്ള അമിത വാത്സല്യം കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നവനായിട്ടുള്ള ബലരാമസ്വാമി കൃഷ്ണനിൽ നിന്ന് അകന്നതോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ധർമ്മബോധമൊക്കെ നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇവിടെ അഹങ്കാരം കൊണ്ടുള്ള പ്രകടനമാണ് കാണിക്കുന്നത്. അത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് ഇനിതാ കൂടിയിരിക്കുന്ന മുനിമാരൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ നിൽക്കെ തന്നെ ഇദ്ദേഹം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് അവർ വിമർശിക്കുന്നുണ്ട്, അവർ ശിക്ഷ വിധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രായശ്ചിത്തം വിധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊന്നും ശാസ്ത്രമായിട്ട് എടുക്കരുത്, ഭഗവാൻ കൃഷ്ണന്റെ അഭിപ്രായമായിട്ട് ഒരിക്കലും എടുക്കരുത്. കൃഷ്ണന്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതിനെയൊക്കെ നമ്മൾ ആ പക്ഷത്ത് ചേർന്ന് ഇതെല്ലാം ഭഗവാന്റെ സമ്മതമായിട്ടുള്ള കാര്യമാണ്, എന്നാലും ആ സൂതൻ ചെയ്തത് ശരിയായില്ല എന്നല്ല പറയേണ്ടത്. സൂതൻ ചെയ്തത് ധർമ്മം തന്നെയാണ്, അദ്ദേഹത്തിന്റെ ധർമ്മമാണ് അദ്ദേഹം ചെയ്തത്. അത് അഹങ്കാരം കൊണ്ട് ഉള്ള കോപത്തിന്റെ തള്ളിച്ച കൊണ്ട് എല്ലാം അറിയുമെങ്കിലും ഇവിടെ വിസ്മൃതി ഉണ്ടാവുകയാണ് ബലരാമസ്വാമിക്ക്. അത് കൃഷ്ണനിൽ നിന്ന് അകന്നത് കൊണ്ടുള്ള വിസ്മൃതിയാണ്. ഇതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. അല്ലാതെ ബലരാമസ്വാമിയെ ന്യായീകരിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. തെറ്റാര് ചെയ്താലും തെറ്റാണ്. ബലരാമസ്വാമി ഭഗവാന്റെ ഒരു അംശാവതാരം, നമ്മളെക്കാളൊക്കെ എക്സോൾട്ടഡ് ആയിട്ടുള്ള ഒരു ജീവൻ, പൂർണ്ണനല്ല. പൂർണ്ണനായിട്ടുള്ളത് കൃഷ്ണൻ മാത്രം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോ അഗാന്തസ്യാവിനീതസ്യ വൃഥാ പണ്ഡിതമാനിനഃ ന ഗുണായ ഭവന്തി സ്മ നളസ്യേവാജിതാത്മനഃ ഏതദർത്ഥോ ഹി ലോകേസ്മിൻ അവതാരോ മയാ കൃതഃ വധ്യാ മേ ധർമ്മധ്വജിനഃ തേ ഹി പാദകിനോദിഗാഃ ഏതദർത്ഥോ ഹി ലോകേസ്മിൻ അവതാരോ മയാ കൃതഃ വധ്യാ മേ ധർമ്മധ്വജിനഃ തേ ഹി പാദകിനോദിഗാഃ. അപ്പൊ സ്വയം ഒരു അഭിമാനം വരികയാണ്, ഇതിനു വേണ്ടിയിട്ടല്ലേ എന്റെ അവതാരം, അങ്ങനെ ചിന്തിക്കുകയാണ്. അതാണ് ഇപ്പൊ കൃഷ്ണൻ അവതാരം കൊണ്ട് പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മോശമാവാൻ പാടുവോ? ഞാനും ഒരു അവതാരമല്ലേ, എന്റെ അവതാരം ഇതിനു വേണ്ടിയിട്ടാണ്. ഏതദർത്ഥോ ഹി അസ്മിൻ ലോകേ മയാ അവതാരഃ കൃതഃ. ഏതദർത്ഥഃ, ഈ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ വഴിതെറ്റി നടക്കുന്നവരെയൊക്കെ ശിക്ഷിക്കാൻ, ശാസിക്കാൻ, നേരെയാക്കാനൊക്കെ ആയിട്ടാണ് എന്റെ ഈ അവതാരം. അസ്മിൻ ലോകേ മയാ അവതാരഃ കൃതഃ. അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ, മയാ എന്നാൽ അവതാരഃ കൃതഃ, അവതാരം ചെയ്യപ്പെട്ടത്. ധർമ്മധ്വജിനഃ മേ വദ്യാഃ. ധർമ്മധ്വജിനഃ എന്ന് പറഞ്ഞാൽ ധ്വജം കൊടിയാണ്. അപ്പൊ ധർമ്മത്തിന്റെ കൊടി പിടിച്ച് നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
വഞ്ചകന്മാർ ധർമ്മം ചെയ്യുന്നവരാണെന്ന് അഭിനയിക്കുന്നവർ, വേഷം കെട്ടി നടക്കുന്നവർ എന്നർത്ഥമാണ്. അഭിമാനം കാണിക്കുന്നുണ്ട് ഞാൻ ധർമ്മിയാണ് എന്ന്, പക്ഷെ ധർമ്മം പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ് ധർമ്മധ്വജികൾ എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മധ്വജിനഃ മേ വദ്യാഹ, അവതാരമൂർത്തിയായ എന്നാൽ കൊല്ലപ്പെടേണ്ടവരാണ്. തേ അധികാഹ പാതകിനഃ ഹി, അവര് അധിക പാതകികളാണ്, വഞ്ചകന്മാരാണ്. എന്താ, ധർമ്മം അറിഞ്ഞ് ഞങ്ങൾ ധർമ്മം അനുഷ്ഠിക്കുന്നവരാണെന്ന് വേഷം കെട്ടി നടക്കുന്നവർ മറ്റുള്ളവരെ, സമൂഹത്തെ വഴിതെറ്റിക്കുന്നവരും വഞ്ചിക്കുന്നവരുമാകുന്നു. അതുകൊണ്ട് അവർ വധാർഹരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവനെ വധിക്കേണ്ടതാണെന്ന് സ്വയം നിശ്ചയിച്ച് ഏതാവതുക്ത്വാ ഭഗവാൻ നിവൃത്തോ അസദ്വദാദപി ഭാവിത്വാ തം കുശാഗ്രേണ കരസ്തേനാഹനത് പ്രഭുഃ. ഏതാവതുക്ത്വാ ഭഗവാൻ നിവൃത്തോ അസദ്വദാദപി ഭാവിത്വാ തം കുശാഗ്രേണ കരസ്തേനാഹനത് പ്രഭുഃ. അപ്പൊ ഏതാവതുക്ത്വാ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട്, ഇത്രമാത്രം പറഞ്ഞിട്ട് ഭഗവാൻ അസദ്വദാത് നിവൃത്തഃ അപി, ഇവിടെ എല്ലാ കഴിവുകളും അറിവുകളും ഉള്ളവനായിട്ടും അസദ്വദത്തിൽ നിന്ന് നിവൃത്തനാണ്. എന്തുകൊണ്ട്? തീർത്ഥയാത്രയാണ് അല്ലെ? തീർത്ഥയാത്രയ്ക്കായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവർ ഹിംസ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ അസദ്വദാത് നിവൃത്തഃ അപി, അസത്തുക്കളുടെ വധത്തിൽ നിന്ന് നിവൃത്തനായിട്ട് തീർത്ഥയാത്ര ചെയ്യേണ്ടവൻ ഇവിടെ തനിക്കൊരു കാര്യവുമില്ല, ആരെന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകേണ്ടതാണ്. ഇനി അഥവാ അവരുടെ ഭാഗത്ത് അധർമ്മം ഉണ്ടെങ്കിൽ പോലും ഹിംസിക്കേണ്ടതില്ല. കാരണം താനൊരു തീർത്ഥയാത്രയിലാണ്, അവിടെ തൻ്റെ ധർമ്മം അഹിംസയാണ്. തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ ഒരു നിവൃത്തി ധർമ്മമാണ്. ഹിംസ എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്, വിപരീത കാര്യമാണ് അല്ലേ? അതുകൊണ്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോയ അർജുനൻ സുഭദ്രയെയും അടിച്ചുകൊണ്ട് വന്ന സ്വഭാവമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ സന്യസിക്കാൻ യോഗ്യനല്ല എന്നതുകൊണ്ടാണ് ഭഗവാൻ തൽക്കാലം യുദ്ധരംഗത്ത് നിന്ന് സന്യസിച്ച് ഓടിപ്പോകാൻ പോകുന്ന അർജുനനെ പിടിച്ചു നിർത്തിയത്. നീ ഇപ്പോ പക്വമായിട്ടില്ല, നിവൃത്തിക്ക് അർഹനായിട്ടില്ല, നീ ഇപ്പൊ ചെയ്യേണ്ടത് നിന്റെ ധർമ്മം, പ്രവൃത്തി. ഇപ്പൊ ഇവിടെ ബലരാമസ്വാമി തീർത്ഥയാത്ര എന്ന നിവൃത്തി ധർമ്മം ഏറ്റെടുത്ത് അതിനായിട്ട് പുറപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഹിംസ എന്നുള്ള കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് അസദ്വദാത് നിവൃത്തഃ അപി. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ഭാവിത്വാദ്. ഭാവിത്വാദ് എന്ന് പറഞ്ഞാല് ഭവിക്കേണ്ടത് കൊണ്ട്, വിധി അങ്ങനെ ആയതുകൊണ്ട് എന്നർത്ഥം. അങ്ങനെ ഭവിക്കുള്ളൂ, കാര്യങ്ങൾ ഇങ്ങനെ ഭവിക്കുള്ളൂ. കാരണം അങ്ങനെയാണ് ഓരോരുത്തരുടെയും പ്രാരബ്ധം. ലോമഹർഷണന്റെ പ്രാരബ്ധം അങ്ങനെ തീർന്നിരിക്കുകയാണ്. അയാള് ബലരാമസ്വാമിയാൽ കൊല്ലപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പ്രാരബ്ധം. അത് ഇവിടെ വെച്ചിട്ട് ഈ ആളുകളുടെയൊക്കെ മുമ്പിൽ വെച്ചാവണം എന്നുള്ളത് അവരുടെ പ്രാരബ്ധം. അങ്ങനെ എല്ലാറ്റിനും സമയം വന്നു ചേർന്നു. ആ സമയത്ത് ഇതേ ഭവിക്കുകയുള്ളൂ, ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ഭവിക്കേണ്ടത് ഭവിച്ചിരിക്കും അല്ലേ? ഭവിതവ്യത ബലവതി എന്ന് പറയും. ഭവിതവ്യത, ഭവിക്കേണ്ടത് ബലവതിയാണ്. അലംഘനീയ കമലാസനാജ്ഞ അല്ലേ? ബ്രഹ്മാവ് തലയിൽ എഴുതിയത് മായ്ക്കാൻ പറ്റില്ല, വിധിയെ ആർക്കും മായ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഭവിതവ്യാത് അല്ലെങ്കിൽ ഭാവിത്വാത്, ഭവിക്കാനുള്ളത് കൊണ്ട് ആ പ്രഭുവായ അദ്ദേഹം സമർത്ഥനാണ്. എന്തിന്? പുല്ലുമായുധം. വല്ലഭന് പുല്ലുമായുധം എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ. തം കുശാഗ്രേണ കരസ്തേന അഹനത് പ്രഭു. പ്രഭുവായ സമർത്ഥനായ അദ്ദേഹം കരസ്തേന കുശാഗ്രേണ തം അഹനത്. അപ്പൊ കയ്യിൽ ദർഭയുണ്ട്.
തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് ദർഭയൊക്കെ വേണം. പല കാര്യങ്ങൾക്കും ദർഭ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ദർഭ കയ്യിലുണ്ടതാണ്. കരസ്ഥേന കുശാഗ്രേണ, കയ്യിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള കുശത്തിന്റെ അഗ്രഭാഗം കൊണ്ട് തം അഹനത്, വല്ലഭന് പുല്ലുമായുധം എന്ന പോലെ ഈ വെറും ദർഭപ്പുല്ലുകൊണ്ട് തന്നെ ഈ ലോമഹർഷന്റെ കഴുത്ത് അറുത്തെടുത്തു. അഹനത്, അവനെ ഹനിച്ചു എന്നാണ്. ആ സമയത്ത് ഹാ ഹേദിവാദിന സർവേ മുനയഃ ഖിന്നമാനസാഃ ഊജുസ്സംഘർഷണം ദേവം അധർമ്മസ്തേ കൃതഃ പ്രഭോ. ഹാ ഹേദിവാദിന സർവേ മുനയഃ ഖിന്നമാനസാഃ ഊജുസ്സംഘർഷണം ദേവം അധർമ്മസ്തേ കൃതഃ പ്രഭോ. ഖിന്നമാനസാഃ സർവേ മുനയഃ ഹാ ഹാ ഇതി വാദിനഃ. അവിടെയുള്ള സർവേ മുനയഃ, മുഴുവൻ മുനിമാരും അറിവുള്ളവരാണ്, മനനശീലന്മാരാണവര്. അപ്പൊ ശൗനകാദി മുനിമാരെല്ലാവരും തന്നെ ഖിന്നമാനസാഃ, അവരുടെ മനസ്സിൽ വല്ലാത്ത ഖേദമുണ്ടായി, ഖേദത്താൽ ബാധിക്കപ്പെട്ടവരായി, അങ്ങനെ വിഷമിച്ച മനസ്സോടുകൂടിയവരായിട്ടുള്ള എല്ലാ മുനികളും ഹാ ഹാ ഇതി വാദിനഃ, കഷ്ടം കഷ്ടം എന്താ ഇത് എന്നിങ്ങനെ പറയുന്നവരായിക്കൊണ്ട് പ്രഭോ തേ അധർമ്മഃ കൃതഃ, അല്ലയോ പ്രഭുവായിരിക്കുന്നവനെ, അങ്ങയാൽ അധർമ്മം ചെയ്യപ്പെട്ടു, വലിയൊരു അധർമ്മമാണ് അങ്ങ് ചെയ്തത് എന്ന് അവരെല്ലാം കൂടി സംഘർഷണം ദേവം ഊജുഹു, ആ സംഘർഷണനായ ദേവനോട്, ബലരാമസ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങ് എന്ത് അധർമ്മമാണ് ഈ കാണിച്ചത്, വലിയ അപരാധമായി പോയി എന്ന് എല്ലാവരും കഷ്ടം 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 എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണ് അദ്ദേഹം ചെയ്ത അധർമ്മം, തെറ്റ് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്, വിസ്തരിക്കുകയാണ്. അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിര്യതു നന്ദന ആയുശ്ചാത്മാക്ലമം താവത് യാവത് സത്രം സമാപ്യതേ. അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിര്യതു നന്ദന ആയുശ്ചാക്ലമം താവത് യാവത് സത്രം സമാപ്യതേ. യദുനന്ദന, യാദവകുലത്തെ നന്ദിപ്പിക്കുന്നവനെ, ആനന്ദിപ്പിക്കുന്നവനെ, യാദവകുലത്തിലെ മഹാനായ പുത്രനായിരിക്കുന്നവനെ. അസ്യ സത്രം യാവത് സമാപ്യതേ, അസ്യ അദ്ദേഹത്തിന്, ഇവന്, സത്രം യാവത് സമാപ്യത, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ സത്രം എത്ര കാലം നീണ്ടു നിൽക്കുമോ, എപ്പോഴാണോ സമാപിക്കുന്നത് അതുവരേക്ക് താവത് ആയുഹു, അദ്ദേഹത്തിന് ആയുസ് ഞങ്ങൾ കൽപ്പിച്ച് കൊടുത്തിട്ടുള്ളതാണ്. ആത്മാക്ലമം, ആത്മാക്ലമം ആണ്, ആത്മാക്ലമം. ക്ലമം എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്, ഗ്ലാനി ക്ലമം എന്നൊക്കെ പറഞ്ഞാൽ ക്ഷീണം. അക്ലമം ക്ഷീണമില്ലായ്മ, ആത്മാക്ലമം ശരീരത്തിനും മറ്റും ക്ഷീണമില്ലായ്മ. അതുപോലെ ബ്രഹ്മാസനം, ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മാസനം, ആചാര്യന്റെ സ്ഥാനം, വ്യാസപീഠം എന്നൊക്കെ പറയുന്ന ബ്രഹ്മാസനം. അന്ന് കാലത്ത് വ്യാസപീഠം എന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല, ബ്രഹ്മദേവന്റെ സ്ഥാനം തന്നെയായിട്ടാണ് പറയുന്നത്. പിന്നീടാണ് വ്യാസന്റെ ആസനമായി പറയുന്നത്. അപ്പൊ ബ്രഹ്മാസനം, വേദം പറയുന്ന മഹാനായ ഗുരുവിന്റെ സ്ഥാനം. അസ്മാഭിഹി ദത്തം, ഞങ്ങളാൽ നൽകപ്പെട്ടതാണ്, അല്ലാതെ അയാൾ വലിഞ്ഞു കയറി വന്നിരുന്നതല്ല. അങ്ങ് ഞങ്ങളോടൊരു വാക്ക് ചോദിക്കായിരുന്നു, അങ്ങ് സ്വയം അങ്ങോട്ട് നിശ്ചയിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളാണ് ഈ ശ്രേഷ്ഠമായ അധ്യാസനം കൊടുത്തത്, ബ്രഹ്മാസനം നൽകിയത്. അദ്ദേഹത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആയുസ് മുതലായതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥനയും വാക്കുകളും പ്രതിജ്ഞയും എല്ലാം വ്യർത്ഥമാക്കി കളഞ്ഞു അങ്ങ്. ഞങ്ങളെ ചെയ്ത നിന്ദ കൂടിയാണത്. അദ്ദേഹത്തിനെ വധിച്ചു എന്നുള്ളത് ഒരു വലിയ പാപം, ബ്രഹ്മഹത്യാ പാപം. ബ്രഹ്മാസനത്തിലിരിക്കുന്നവനെ ഹനിച്ചത് ബ്രഹ്മഹത്യാ പാപം തന്നെയാണ്. മാത്രമല്ല, ഞങ്ങൾ കൊടുത്ത ആയുസ്സിനെ വൃഥാവിലാക്കി. ഞങ്ങൾ അതിനു വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സങ്കല്പിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പോ ബ്രഹ്മാസനത്തിലിരിക്കുന്ന ഒരാള്
അഭ്യാഗതന്റെ നേർക്ക് എഴുന്നേൽക്കുകയോ ഉപചാരങ്ങൾ ചെയ്യുകയോ ഒന്നും വേണ്ടതില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നാൽ മതി. അദ്ദേഹത്തെ അങ്ങോട്ട് ആരാണെങ്കിലും ബഹുമാനിക്കാം. അതുകൊണ്ട് ആചാര ഉപചാരങ്ങളൊന്നും ചെയ്യേണ്ടാത്ത സ്ഥാനമാണ് ബ്രഹ്മാസനം. ആ ബ്രഹ്മപീഠത്തിലിരിക്കുന്ന പുരാണം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ ബ്രഹ്മാവ് തന്നെയാണ്, സാക്ഷാൽ ഗുരു തന്നെയാണ്. അതുകൊണ്ട് അവനെ വധിച്ചത് വലിയ അധർമ്മമാണ്. അജാനതൈവാചരിതഃ ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാമ്നായോപി നിയാമകഃ. അജാനതൈവാചരിതഃ ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാമ്നായോപി നിയാമകഃ. അപ്പൊ ഇവിടെ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് കുറച്ചൊന്ന് അങ്ങേക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറയണ? അജാനതായേവ ത്വയാ ബ്രഹ്മവധഃ ആചരിതഃ. അജാനതായേവ, അറിയാത്തത് കൊണ്ട്, ഇദ്ദേഹം ബ്രഹ്മ ആസനത്തിൽ ഇരിക്കുന്നവനാണ്, ഇവനെ വധിക്കാൻ അർഹനല്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അധർമ്മം ചെയ്തിട്ടില്ല എന്ന് അറിയാത്തത് കൊണ്ട്, അജാനതായേവ, അറിയാത്തത് കൊണ്ടാണ് ത്വയാ ബ്രഹ്മവധഃ ആചരിതഃ, അങ്ങയാൽ ഈ ബ്രഹ്മവധം ആചരിക്കപ്പെട്ടത്, ബ്രാഹ്മണവധം ചെയ്യപ്പെട്ടത്. യോഗേശ്വരസ്യ ഭവതഃ ആംനായഃ അപി ന നിയാമകഃ. യോഗേശ്വരനായ അങ്ങയ്ക്ക്, ഈ പറഞ്ഞ യോഗികൾക്ക് എന്തും സ്വേച്ഛയാ ചെയ്യാം. അവർ ശാസ്ത്രങ്ങളെയൊക്കെ അതിക്രമിച്ചവരാണ്, ശാസ്ത്രങ്ങൾക്ക് അതീതരാണ്. അല്ലേ? പോലീസുകാർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമല്ല, മറ്റു സാധാരണക്കാരുടെ നിയമങ്ങളൊന്നും ബാധകമല്ല. അവർക്ക് ചിലപ്പോൾ നിയമങ്ങളൊക്കെ ലംഘിക്കാം. എന്തിന്? നിയമം നടപ്പിലാക്കാൻ വേണ്ടി. അപ്പൊ അതുപോലെ ചിലർക്ക് എക്സംഷൻസ് ഉണ്ട്. അങ്ങനെ എക്സംപ്റ്റഡ് ആയിരിക്കുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ് ഈ ബലരാമസ്വാമിയൊക്കെ. അതുകൊണ്ട് പറയണ യോഗേശ്വരസ്യ ഭവതഃ ആമ്നായഃ അപി ന നിയാമകഃ. ആമ്നായങ്ങൾ, ശാസ്ത്രങ്ങൾ, വേദങ്ങളൊന്നും അങ്ങയെ നിയമിക്കുന്നില്ല, അങ്ങയോട് ആജ്ഞാപിക്കുന്നില്ല. അതുകൊണ്ട് പുണ്യപാപ കർമ്മബന്ധമൊന്നും അങ്ങേക്കുണ്ടാവില്ലായിരിക്കാം. എങ്കിലും എന്നാണ് ഒരു സൂചിപ്പിച്ചത്, ത്വയാ അധർമ്മഃ കൃതഃ, അങ്ങ് ചെയ്തതുകൊണ്ട് അങ്ങേക്ക് പുണ്യപാപങ്ങളൊന്നും ബാധിക്കില്ലായിരിക്കാം. പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു അധർമ്മമാണ് എന്ന് സൂചിപ്പിച്ചു. യദ്യേതദ് ബ്രഹ്മഹത്യായാഃ പാവനം ലോകപാവന ചരിഷ്യതി ഭവാൻ ലോകസംഗ്രഹോ അനന്യചോദിതഃ. യദ്യേതദ് ബ്രഹ്മഹത്യായാഃ പാവനം ലോകപാവന ചരിഷ്യതി ഭവാൻ ലോകസംഗ്രഹോ അനന്യചോദിതഃ. യദി, അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങക്ക് ശാസ്ത്രവിധികളൊന്നും ബാധകമല്ല എങ്കിലും, ലോകപാവന, അങ്ങ് ലോകങ്ങളെ പവിത്രീകരിക്കുന്നവനല്ലേ? അപ്പൊ ലോകത്തിന് ധർമ്മം കാണിച്ചു കൊടുക്കണ്ടേ? മാതൃകയായിരിക്കേണ്ടതല്ലേ? ഇപ്പൊ ലോകപാവന ഭവാൻ അനന്യചോദിതഃ ഏതദ് ബ്രഹ്മഹത്യായാഃ പാവനം ചരിഷ്യതി യദി ലോകസംഗ്രഹഃ. അങ്ങ് അനന്യചോദിതഃ, അന്യനാൽ ചോദിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ മറ്റൊരാള് ഉപദേശിക്കാതെ, വേറൊരാളുടെയും പ്രേരണ കൂടാതെ സ്വമേധയാ ഏതദ് ബ്രഹ്മഹത്യായാഃ പാവനം, ഈ ചെയ്ത ബ്രഹ്മഹത്യയ്ക്ക് പ്രായശ്ചിത്തമായി അങ്ങയെ ശുദ്ധീകരിക്കുന്ന കർമ്മം, അതിൽ നിന്ന് മോചനത്തിന് വേണ്ടതായിട്ടുള്ള കർമ്മം, ചരിഷ്യതി യദി, അങ്ങ് ചരിക്കുകയാണെങ്കിൽ, ലോകസംഗ്രഹം, അത് ലോകത്തിന് മാതൃകയായിരിക്കും, ലോകരക്ഷയ്ക്കുള്ള ധർമ്മരക്ഷയ്ക്കുള്ള മാതൃകയായിരിക്കും. അതുകൊണ്ട് അങ്ങും സമൂഹത്തിന്, ലോകത്തിന് വഴികാട്ടിയായിട്ട് ഈ ബ്രഹ്മഹത്യാപാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. അത് സ്വയമേവ ചെയ്യുന്നത് ഉത്തമം, ആരും പ്രേരിപ്പിക്കാതെ ചെയ്യുന്നത് ഉത്തമം എന്ന്
അദ്ദേഹം ചെയ്ത അധർമ്മത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് അവതാര പുരുഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചില എക്സംഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങും ഇതൊക്കെ ചെയ്യുന്നതാണ് ഉത്തമം എന്ന് സൂചിപ്പിച്ചു. കാരണം ഓരോരുത്തരോട് പറയുമ്പോൾ അല്ലേ, നമ്മളെക്കാൾ ശക്തന്മാരും യോഗ്യന്മാരുമായിട്ടുള്ള ആളുകളെ വല്ലാതെ ഉപദേശിക്കാനും ശാസിക്കാനും ഒന്നും പാടുള്ളതല്ല, സൂചിപ്പിക്കാനേ പാടുള്ളൂ. വളരെ വിനയത്തോടുകൂടെ അയാളെ ചെറുതാക്കാതെ അയാളുടെ സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയേ ചെയ്യാവൂ. അതുപോലെയാണ് ഇപ്പോൾ ഇവര് ചെയ്തത്. എന്തായാലും അവർ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിരിക്കണം. ബുദ്ധി വിവേകമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിന്റെ തത്വം മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കണം. അപ്പൊ പന്ത് ഇപ്പോൾ ബലരാമസ്വാമിയുടെ കോർട്ടിലേക്ക് ഈ ബ്രാഹ്മണര് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി അങ്ങയുടെ ഇഷ്ടം എന്ന മട്ടില്. അപ്പൊ ഇനി അതിന് ബലരാമസ്വാമി മറുപടി പറയുന്നു. ശ്രീഭഗവാനുവാച കരിഷ്യേ വദ നിർവേശം ലോകാനുഗ്രഹകമ്യയ നിയമഃ പ്രഥമേ കൽപ്പേ യാവാൻ സതു വിധീയതാം. ശ്രീഭഗവാനുവാച കരിഷ്യേ വധ നിർവേശം ലോകാനുഗ്രഹകമ്യയ നിയമഃ പ്രഥമേ കൽപ്പേ യാവാൻ സതു വിധീയതാം. ഇവിടെ ശ്രീഭഗവാനുവാച എന്ന് പറഞ്ഞത് ബലരാമ ഉവാച. ആ ബലരാമൻ തന്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്താപ വിവശനായി പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി. അതാണ് വേണ്ടത്. ആരാണെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ന്യായീകരിച്ച് നിൽക്കാതെ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുടെ നേരെ ശത്രുതയുണ്ടാവാതെ തെറ്റാണെന്ന് സമ്മതിക്കുകയും മനസ്സ് തപിക്കുകയും അതിനെന്ത് ചെയ്യണം പ്രായശ്ചിത്തം എന്ന് ആലോചിക്കുകയുമാണ് വേണ്ടത്. ആ ഭാവം ഇവിടെ ഭഗവാൻ പ്രകടിപ്പിക്കുന്നു. കരിഷ്യേവത നിർവേശം ലോകാനുഗ്രഹകാമ്യയാം. ഈ ലോകത്തെ അനുഗ്രഹിക്കാനുള്ള കാംക്ഷ ആഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഞാൻ മാതൃകയായിരിക്കേണ്ടതാണ് എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ട് വധനിർവേശം കരിഷ്യേ, ഈ വധത്തിനുള്ളതായിട്ടുള്ള പ്രായശ്ചിത്തം ഞാൻ ചെയ്യാം. ഇവിടെ നിർവേശം എന്നാൽ അതിന് പ്രതിവിധി പ്രായശ്ചിത്തം എന്നൊക്കെ അർത്ഥം. അപ്പോ പ്രഥമേ കൽപ്പേ യാവാൻ നിയമഃ സതു വിധീയത. പ്രഥമേ കൽപ്പേ, കൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ കൽപ്പസൂത്രങ്ങൾ, ശാസ്ത്രങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശാസ്ത്രങ്ങളാണ് കൽപ്പങ്ങൾ. അപ്പൊ ഇവിടെ കൽപ്പം എന്ന് പറഞ്ഞാൽ വിധികൾ. വിധികളിൽ വെച്ച് ഒന്നാമത്തെ പക്ഷത്തിൽ പ്രഥമേ കൽപ്പേ, ഏറ്റവും ഉത്തമമായിട്ടുള്ള വിധികൾ എന്തൊക്കെയാണ്? പലതരത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് താഴേക്ക് പറയും. അതൊന്നും വേണ്ട, ഏറ്റവും താഴേക്കൊന്നും പോണ്ട, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രായശ്ചിത്തം, ഉത്തമമായിട്ടുള്ള പ്രായശ്ചിത്തം എന്താണ്? യാവാൻ നിയമഃ, ഏതൊക്കെ നിയമങ്ങളാണ്? സഹ തു വിധീയതാം, അതെല്ലാം നിങ്ങൾ എനിക്ക് ഉപദേശിച്ചാലും പറഞ്ഞു തരും. വിധീയതാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വിധിച്ചാലും. ഇനി ഞാൻ ചെയ്ത ഒരു തെറ്റിന് ഞാൻ തന്നെ ഒരു പ്രായശ്ചിത്തം പറയാം എന്ന് പറഞ്ഞ് ഈ വധിച്ച ആൾക്ക് ഞാൻ ജീവൻ തിരിച്ചു കൊടുത്ത് ദീർഘായുസ് കൊടുക്കാമെന്ന് പറയണം. ദീർഘമായുർബദൈതസ്യ സത്വം ഇന്ദ്രിയമേവ ച ആശാസിതം യത്തദ്ബ്രൂത സാധയേ യോഗമായയാ. ദീർഘമായുർബദൈതസ്യ സത്വം ഇന്ദ്രിയമേവ ച ആശാസിതം യത്തദ്ബ്രൂത സാധയേ യോഗമായയാ. ഏതസ്യ ദീർഘം ആയുഃ സത്വം ഇന്ദ്രിയം ആശാസിതം യത് ബ്രൂത യോഗമായ തത് സാധയേ. മമ യോഗമായയാ, എന്റെ യോഗമായ പ്രഭാവം കൊണ്ട് തത് സാധയേ, അതിനെ ഞാൻ സാധിക്കാം. ഏതൊക്കെ? ഏതസ്യ, ഇദ്ദേഹത്തിന്, ഈ മരിച്ചുപോയ ലോമഹർഷണന് ദീർഘം ആയുഹു, നിങ്ങൾ കൊടുത്ത ദീർഘായുസിനെ ഞാൻ വീണ്ടും സ്ഥാപിക്കട്ടെ, പുനഃസ്ഥാപനം ചെയ്യട്ടെ, അദ്ദേഹത്തെ ദീർഘായുസ്സാക്കി തീർക്കട്ടെ. സത്വം ബലം, സത്വം എന്ന് പറഞ്ഞാൽ ശാരീരിക ബലം, ഇന്ദ്രിയം ഇന്ദ്രിയ സാമർഥ്യം, അപ്പോൾ അദ്ദേഹത്തിന് ശരീരം കൊണ്ട് ഉണർവ്, ബോധം എല്ലാം തന്നെ. ആശാസിതം യത് ബ്രൂത, എന്താണ്
ആശാസ്യമായത്, അപേക്ഷിതമായത് അത് ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ തന്നെ ഓഫർ ചെയ്യണം ഈ പ്രായശ്ചിത്തം. എൻ്റെ തെറ്റിന് ഞാൻ വധിച്ച ആൾക്ക് ഞാൻ തന്നെ എൻ്റെ യോഗമായ പ്രഭാവം കൊണ്ട് ജീവിതം നൽകാം. ഇന്ദ്രിയ ശക്തി, ആയുസ്, ശാരീരിക ബലം, ബുദ്ധിശക്തി എല്ലാം പൂർവവത് അദ്ദേഹത്തിന് കൊടുക്കാം. അത് നിങ്ങൾ പറയൂ, ബ്രൂത യോഗമായ തത് സാധയെ, എൻ്റെ യോഗമായ കൊണ്ട് ഞാനത് സാധിച്ചു കൊള്ളാം എന്ന് ഓഫറും കൊടുത്തു. അപ്പൊ അതിന് ഋഷിമാര് മറുപടി പറയുന്നു. ഋഷയഃ ഊചുഃ അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേദ് വചഃ സത്യം തഥാ രാമ വിധീയതാം. ഋഷയ ഊചുഃ അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേദ് വചഃ സത്യം തഥാ രാമ വിധീയതാം. ഇപ്പോ അങ്ങ് പ്രയോഗിച്ച അസ്ത്രം അഥവാ ആയുധം, ദർഭപ്പുല്ലാണെങ്കിലും അതിനെ അസ്ത്രമാക്കി അദ്ദേഹത്തിന്റെ ശിരച്ഛേദം ചെയ്തു. ആ ദിവ്യാസ്ത്രമാണതപ്പോ. ആ ദിവ്യാസ്ത്രത്തിന് യാതൊരു ദോഷവും വരാത്ത രീതിയിൽ, അതാണ് അസ്ത്രസ്യ തവ വീര്യസ്യ, അങ്ങയുടെ വീര്യത്തിന്, അങ്ങയുടെ പരാക്രമത്തിന്, അങ്ങ് ചെയ്ത കർമ്മം അങ്ങ് തിരുത്തുകയാണെങ്കിൽ അങ്ങ് വലിയ തെറ്റുകാരനായിട്ട് പിന്നീട് ലോകം എല്ലാവരും എണ്ണും. അതുകൊണ്ട് അങ്ങയെ വലിയ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ ഞങ്ങൾ ആളല്ല. അങ്ങയുടെ വീര്യത്തിനൊരു കുറവുണ്ടാവണ്ട. അങ്ങ് ചെയ്ത ഈ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ളതിന് അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിന് ക്ഷീണമൊന്നും ഉണ്ടാവണ്ട. അതാണ് തവ വീര്യസ്യ മൃത്യോഹോ യഥാ സത്യം ഭവേത്. അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചു. ആ മൃത്യുവിനും എപ്രകാരമാണോ സംഭവിക്കേണ്ടത്, സത്യമായി തീരേണ്ടത്, അതങ്ങനെ തന്നെ ഭവിക്കട്ടെ. ഇപ്പോൾ ഇത് നടന്നതെല്ലാം നിമിത്തം വിധിയാണ്. ഇനിയിപ്പോൾ അതിനെ തിരുത്താൻ പോണ്ട. ഇതാണ് കാലത്തിന്റെ നിയമം, ഇതാണ് നിയതിയുടെ നിയോഗം. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അസ്മാകം വചഃ ഹേ രാമ തഥാ വിധീയത. പക്ഷെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാക്കുണ്ട്, എന്താ, ഇദ്ദേഹത്തിന് ദീർഘായുസ്സായിരിക്കാനൊക്കെ. ഈ സത്രം തീരുന്നത് വരെ ദീർഘായുസ്സായിരിക്കാൻ ഞങ്ങൾ കൊടുത്ത അനുഗ്രഹങ്ങളുണ്ട്, ഞങ്ങളുടെ വാക്കുകളുണ്ട്. അസ്മാകം വചഃ തഥാ വിധീയത. അതിനെയും സത്യമാക്കിക്കൊണ്ട് അങ്ങ് വേണ്ടത് ചെയ്യൂ. അങ്ങേക്ക് ക്ഷീണം ഉണ്ടാവരുത്. അങ്ങ് ചെയ്ത പ്രവൃത്തിയെ തിരുത്തുന്ന രീതിയിൽ വേണ്ട. ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുകയും വേണം. അതും മിഥ്യയാവരുത്. ആ രീതിയിലൊരു കോംപ്രമൈസ്, അതാണ് ഇപ്പൊ അങ്ങ് ചെയ്യേണ്ടത് എന്ന് ആദ്യം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച. അപ്പൊ അതിന് മറുപടി ബലരാമസ്വാമി പറയണം. ആത്മാവൈ പുത്ര ഉൽപ്പന്നഃ ഇതി വേദാനുശാസനം തസ്മാദസ്യ ഭവേദ് വക്ത ആയുരിന്ദ്രിയ സത്വവാൻ. ശ്രീ ഭഗവാനുവാച. ആത്മാവൈ പുത്ര ഉത്പന്നഃ ഇതി വേദാനുശാസനം തസ്മാദസ്യ ഭവേദ് വക്ത ആയുരിന്ദ്രിയ സത്വവാൻ. അപ്പോ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം സൂചിപ്പിക്കുന്നു. ആത്മാവൈ പുത്രഃ ഉൽപ്പന്നഃ ഇതി വേദാനുശാസനം. ആത്മാവൈ അവനവൻ തന്നെയാണ്, പുത്ര ഉൽപ്പന്നഃ പുത്രനായി ഉത്ഭവിക്കുന്നത്, ഇതി വേദാനുശാസനം എന്ന് വേദമനുശാസിച്ചിട്ടുണ്ട്. ആത്മാവൈ പുത്രനാമാസി എന്ന വേദമന്ത്രം. അവനവൻ തന്നെയാണ് അവനവന്റെ പുത്രനായി ജനിക്കുന്നത് എന്ന് വേദമന്ത്രം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സന്തതി എന്ന് പറയുന്നത്. സന്താനം, അവനവന്റെ എക്സ്റ്റൻഷനാണ് പുത്രന്മാര്. തൻ്റെ തന്നെ ബീജത്തിൽ നിന്ന്, അല്ലെ, തൻ്റെ തന്നെ പല സംസ്കാരത്തോടു കൂടിയിട്ട് തന്നെയാണ് തൻ്റെ ഭാര്യയിൽ വന്ന് ജനിക്കുന്നത്. തന്നെ തന്നെ ജനിപ്പിക്കുന്നവളായതുകൊണ്ട് ഭാര്യയ്ക്ക് ജായ എന്നും പേര്. ഭാര്യയെ ജായ എന്ന് വിളിക്കുന്നത് പിതാവിനെ തന്നെ പുത്രരൂപത്തിൽ ജനിപ്പിക്കുന്നവൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വേദം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തസ്മാത് അസ്യ വക്ത
ഇപ്പൊ അസ്യ പുത്ര എന്നർത്ഥം. അസ്യ പുത്ര, ഇദ്ദേഹത്തിന്റെ പുത്രൻ വക്ത. ഇപ്പോ അച്ഛൻ എന്താണോ തുടർന്നുകൊണ്ടിരുന്നത്, ലോമഹർഷണൻ തുടർന്നുകൊണ്ടിരുന്നത്, ഇദ്ദേഹത്തിന്റെ പുത്രനായ ഉഗ്രസ്രവസ് തുടരും. പുത്രന്റെ പേര് ഉഗ്രസ്രവസ് എന്നാണ്. ആ ഉഗ്രസ്രവസ്സാണ് നമ്മുടെ ഭാഗവതം പറയുന്നത്, ലോമഹർഷണനല്ല. ലോമഹർഷണന്റെ കാലശേഷമാണ് വ്യാസൻ ഭാഗവതം രചിച്ച് സുഖബ്രഹ്മർഷിയെ പഠിപ്പിച്ചതും സുഖബ്രഹ്മർഷി കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് പരീക്ഷത്തിനെ പഠിപ്പിക്കുന്നതും പരീക്ഷത്തിന് ഉപദേശിക്കുന്നതും. ആ സമയത്ത് ഹരിദ്വാരത്തിൽ ഒപ്പമുണ്ടായിരുന്നതാണ് ഉഗ്രസ്രവസ്. ആ ഉഗ്രസ്രവസ്സാണ് ശ്രീശുഖ ബ്രഹ്മർഷിയെ തന്റെ ഗുരുവായി വരിച്ച് യം പ്രവ്രജന്തമനുപേതമപേത കൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോ വിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി എന്നെല്ലാം തന്റെ ഗുരുവായി ശ്രീശുഖ ബ്രഹ്മർഷിയെ സ്തുതിക്കുന്നത് ഈ പുത്രനായ സൂതനാണ് ഉഗ്രസ്രവസ്. ആ ഉഗ്രസ്രവസ്സാണ് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പോ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പുത്രനായിരിക്കുന്ന ഉഗ്രസ്രവസ് വക്താ ഭവേത്, വക്താവായി ഭവിക്കും. ആയുഹു ഇന്ദ്രിയ സത്വവാൻ ഭവേത്, നിങ്ങൾ കൊടുത്ത ദീർഘായുസ് ഞാനിതാ അദ്ദേഹത്തിന് മകന് അനുവദിച്ചു കൊടുക്കുന്നു. ഇന്ദ്രിയ ശക്തിയും ബലവും എല്ലാം ഉള്ളവനായിട്ട് ഭവിക്കും. അപ്പൊ നിങ്ങളുടെ സത്രം സമാപിക്കുന്നത് വരെ അച്ഛനു പകരമായി അതേ സ്ഥാനത്ത് പുത്രനായിട്ടുള്ള ഇവൻ ഇരിക്കും എന്ന് പറഞ്ഞ് ഉഗ്രസ്രവസിനെ അഭിഷേകം ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രായശ്ചിത്തമായി. ഇനി എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. കിം വഹ് കാമോ മുനിശ്രേഷ്ഠ ബ്രൂതാഹം കരവാണ്യധ അജാനതസ്ത്വപജിതിം യഥാ മേ ചിന്ത്യതാംബുദാഹ. കിം വഹ് കാമോ മുനിശ്രേഷ്ഠ ബ്രൂതാഹം കരവാണ്യധ അജാനതസ്ത്വപജിതിം യഥാ മേ ചിന്ത്യതാംബുദാഹ. ഹേ മുനിശ്രേഷ്ഠാഹ, അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, വഹ കാമഹ കിം ബ്രൂത, ഇനി നിങ്ങളുടെ സങ്കല്പം മനസ്സിലിരിപ്പ് എന്താണ്, ആഗ്രഹം എന്താണ്, അത് പറയൂ. ബ്രൂത, പറഞ്ഞാലും അത് അഹം കരവാണി, അതിനനന്തരം ഞാൻ വേണ്ടതുപോലെ അത് ചെയ്തോളാം. അഹം കരവാണി എന്നുള്ളത് ഞാൻ ചെയ്യാമെന്ന് ഭാവിയെ സൂചിപ്പിക്കണം. ഞാൻ ചെയ്തു കൊള്ളാം. അപചിതിം യഥാ അജാനതഃ മേ ബുധാഹ ചിന്ത്യത. അപചിതിം യഥ, അപചിതി എപ്രകാരമായിരിക്കും. അപചിതി എന്ന് പറഞ്ഞാൽ പൂജ എന്നും ഇവിടെ പ്രായശ്ചിത്തം എന്നർത്ഥം. അപ്പൊ പ്രായശ്ചിത്തം എപ്രകാരമായിരിക്കണം എന്ന് അജാനത, അറിയാത്തവനായിട്ടുള്ള എനിക്ക് മേ ബുധാഹ ചിന്ത്യതാം, ബുദ്ധിമാന്മാരായ അറിവുള്ള പണ്ഡിതന്മാരായ നിങ്ങൾ ചിന്തിച്ച് പറയുവിൻ, ഞാൻ ചെയ്യാം. അപ്പൊ ഇനി എന്തൊക്കെയാ പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരുമായ വിവേകികളായ നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് അവരോട് വീണ്ടും അപേക്ഷിക്കുകയാണ്. അതിന് ഋഷിമാർ മറുപടി പറയുന്നു. ഋഷയ ഊജുഹു ഇൽവലസ്യ സുതോ ഘോരോ ബൽവലോ നാമദാനവഃ സദൂഷയതി നസ്സത്രം ഏത്യ പർവണി പർവണി തം പാപം ജഹിദാശാർഹ തന്ന ശുശ്രൂഷണം പരം പൂയശോണിത വിൺമൂത്ര സുരമാംസാഭിവർഷിണം. ഋഷയ ഊജുഹു ഇൽവലസ്യ സുതോ ഘോരോ ബൽവലോ നാമദാനവഃ സദൂഷയതി നസ്സത്രം ഏത്യ പർവണി പർവണി തം പാപം ജഹിദാശാർഹ തന്ന ശുശ്രൂഷണം പരം പൂയശോണിത വിൺമൂത്ര സുരമാംസാഭിവർഷിണം. ഇപ്പൊ ഭഗവാനെ ദാശാർഹ എന്ന സംബോധന, ദശാർഹന്റെ കുലത്തിൽ ജനിച്ചവൻ, യദുവംശത്തിലുള്ള ഒരാളുടെ പേരാണ് ദശാർഹൻ. ആ വംശത്തിൽ ജനിച്ചത് കൊണ്ട് ദാശാർഹൻ. അപ്പോ ദശാർഹന്റെ കുലത്തിൽ ജനിച്ച, യദുവംശത്തിൽ ജനിച്ച ഹേ ബലരാമ,
ഇല്വലസ്യ സുതോ ഘോരോ ബൽവലോ നാമ ദാനവഃ. ഇല്വലൻ എന്ന് പേരുള്ള അസുരന്റെ, ദാനവന്റെ സുതഃ പുത്രൻ, ഘോരനായിട്ട് ഒരുത്തനുണ്ട്, ബൽവലൻ എന്ന് പേര്. ഇല്വലൻ മുമ്പ് പലയിടത്തും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. വാതാപി ഇല്വലൻ എന്ന് രണ്ട് സഹോദരന്മാര് അല്ലേ? അഗസ്ത്യ മഹർഷിയെ മറ്റൊരുപാട് ബ്രാഹ്മണരെ അവര് ബ്രാഹ്മണ വേഷത്തിൽ ആശ്രമം കെട്ടി താമസിച്ചുകൊണ്ട് വനത്തിലുള്ള ദണ്ഡകാരണ്യത്തിലുള്ള ബ്രാഹ്മണരെയൊക്കെ തങ്ങളുടെ വീട്ടിലേക്ക് ഭിക്ഷയ്ക്ക് വിളിക്കും. അന്ന് കാലത്ത് ബ്രാഹ്മണരൊക്കെ മാംസമൊക്കെ ഭക്ഷിക്കുന്നവരായിരുന്നു. അത് ഓരോ ദേശത്ത് ഓരോ മാതിരിയാണ്. അപ്പോൾ ഇവരുടെ ആശ്രമത്തിൽ വരുന്ന ആളുകൾക്ക് ഇല്വലൻ വാതാപിയെ പാചകം ചെയ്ത് കൊടുക്കും, മുറിച്ച് പാചകം ചെയ്ത് കൊടുക്കും, കഷ്ണമാക്കിയിട്ട് എന്താ പറയുക കറി വെച്ച് കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞ ബ്രാഹ്മണരെ ഇല്വലൻ ഉള്ളിലിരിക്കുന്ന വാതാപിയെ വിളിക്കും. വാതാപി പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോഴേക്കും ഇവർ ഭക്ഷിച്ച വാതാപി വയറ് കീറി പുറത്തേക്ക് പൂർവ്വരൂപത്തിൽ വരും. അങ്ങനെ എത്രയോ ബ്രാഹ്മണരെ കൊന്നു ഈ വാതാപി എന്ന് പറയുന്ന അസുരനും ഇല്വലനും കൂടിയിട്ട്. ആ ഇല്വലനെയും വാതാപിയെയും പിന്നീട് അഗസ്ത്യ മഹർഷിയാണ് തീർക്കുന്നത്. അപ്പൊ ആ ഇല്വലന്റെ പുത്രനാണ് ഇവിടെ ബൽവലൻ എന്ന പേരുള്ള ദാനവൻ. ആ ഇല്വലൻ തന്നെ ആയിരിക്കണം. ഇല്വലന്മാർ എത്ര വേണമെങ്കിൽ ആവാട്ടോ. നമ്മുടെ പുരാണങ്ങളിലുള്ള പല പേരുകളും ആവർത്തിച്ച് പലയിടത്തും പലർക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇല്വലസ്യ സുതഃ ഘോരഃ ബൽവലഃ, ഇല്വലന്റെ പുത്രനായ ബൽവലൻ, ബൽവലൻ എന്ന പേരുള്ള സഹ ദാനവഃ, ആ ദാനവൻ അസുരൻ പർവണി ഏത്യ. പർവം എന്ന് പറയുമ്പോൾ സത്കർമ്മം ചെയ്യുന്ന വാവ് മുതലായ ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങൾ, അമാവാസി പൗർണമി മുതലായതിനാണ് ഇവിടെ പർവം പറയുക. പ്രത്യേക ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഏത്യ വന്നിട്ട് നഹ സത്രം ദൂഷയതി, ഞങ്ങളുടെ സത്രത്തെ ദുഷിപ്പിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെയൊക്കെ ദുഷിപ്പിക്കുന്നു. എങ്ങനെ? പൂയശോണിത വിൺമൂത്ര സുരമാംസാഭിവർഷിണം എന്ന് അവനെ വീണ്ടും വിശേഷിപ്പിക്കുന്നുണ്ട്. പൂയ ശോണിത വിൺമൂത്ര സുര മാംസാഭിവർഷിണം. അപ്പോൾ എന്താ പറയുക, മലം, മൂത്രം, മാംസം, മദ്യം മുതലായതൊക്കെ വർഷിക്കുന്നവനായിട്ട്, രക്തം, കഫം മുതലായ ചലം മുതലായതൊക്കെയാണ് വർഷിക്കുന്നത്. വൃത്തികെട്ട സാധനങ്ങളൊക്കെ വർഷിക്കുന്നവനായിട്ട്, അങ്ങനെയുള്ള പൂയശോണിതങ്ങളെ വർഷിക്കുന്ന പാപം തം, പാപിയായ ദുഷ്ടനായ ആ ഇല്വലനെ അല്ലെ ബൽവലനെ, ഹേ ദാശാർഹ അല്ലയോ യദൂത്തമ, ജഹി അങ്ങ് ഹനിച്ചാലും തത് നഹ പരം ശുശ്രൂഷണം, അത് ഞങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ശുശ്രൂഷണമാണ്, ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സേവയാണ്. അപ്പൊ അതൊരു പ്രായശ്ചിത്തവുമാകും അങ്ങ് ചെയ്ത ഈ ഒരു അധർമ്മത്തിന്. അപ്പൊ ഒരു പ്രായശ്ചിത്തം കൂടി പറഞ്ഞു. ഇനി തുടർന്ന് മറ്റൊരു പ്രായശ്ചിത്തം പറയണു. തതശ്ച ഭാരതം വർഷം പരീത്യ സുസമാഹിതഃ ചരിത്വാ ദ്വാദശമാസാൻ തീർത്ഥസ്നായി വിശുദ്ധ്യസേ. തതശ്ച ഭാരതം വർഷം പരീത്യ സുസമാഹിതഃ ചരിത്വാ ദ്വാദശമാസാൻ തീർത്ഥസ്നായി വിശുദ്ധ്യസേ. തതഃ അനന്തരം, ഈ ബില്വലനെ വധിച്ച ശേഷം, സുസമാഹിതഃ നല്ല അടക്കത്തോടുകൂടി മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ ഏകാഗ്രമാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടെ ദ്വാദശമാസാൻ 12 മാസങ്ങളെ ഭാരതം വർഷം പരീത്യ, ഭാരത വർഷത്തെ, ഭാരത ഉപഭൂഖണ്ഡത്തെ പരീത്യ നല്ലതുപോലെ ചുറ്റിക്കൊണ്ട്, ചരിത്വാ സഞ്ചരിച്ചിട്ട്, തീർത്ഥസ്നായി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നവനായിട്ട്, വിശുദ്ധ്യസേ അങ്ങ് വിശുദ്ധനായി തീരും.
അങ്ങയെ ബാധിച്ചിരിക്കുന്ന ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് അങ്ങ് മുക്തനായിത്തീരും. അപ്പൊ അതുകൊണ്ട് അങ്ങ് തീർത്ഥസ്നാനം ചെയ്തേ പറ്റൂ, അതാണ് ഉത്തമം. ഇങ്ങനെ ബലരാമസ്വാമി യോഗ്യനായതുകൊണ്ട് അദ്ദേഹത്തെ ശാസിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ള ശക്തിയുള്ളവരല്ല ഈ പറഞ്ഞവര്. അതുകൊണ്ട് അനുനയിപ്പിച്ചുകൊണ്ട് പറയേണ്ടത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് കോപം ഉണ്ടാവാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈഗോ ഹർട്ട് ചെയ്യാതെ, ഈഗോയുടെ മൂർത്തിയാണ് ആദിശേഷൻ, സംകർഷണൻ, ബലരാമൻ. ഈഗോയുടെ അധിഷ്ഠാന ദേവതയാണ്. അഹങ്കാരസ്യ ദേവത സംകർഷണ. അപ്പൊ അതിനെ വേദനിപ്പിക്കാതെ വേണം പറയാൻ. ആ രീതിയിൽ അവർ പറഞ്ഞു, പറയേണ്ടത് പറഞ്ഞു. അങ്ങ് യഥാർത്ഥത്തിൽ തീർത്ഥയാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. മുമ്പ് തീർത്ഥയാത്ര വ്യാജേന ഇറങ്ങി പുറപ്പെട്ടിട്ടാണ് കൊള്ളരുതാത്ത പ്രവൃത്തി ചെയ്തത്. ഇനി യഥാർത്ഥത്തിൽ തീർത്ഥയാത്ര 1 വർഷം 12 മാസാൻ ഭാരതം മുഴുവൻ സഞ്ചരിക്കണം. അപ്പോഴേ അങ്ങ് വിശുദ്ധനായിത്തീരുള്ളൂ എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവചരിതേ ബല്വലവത ഉപക്രമോ നാമ 870തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ അടുത്ത അധ്യായത്തിലാണ് ആദ്യം ബല്വലവധം, അത് കഴിഞ്ഞ് തീർത്ഥയാത്ര. 34 ശ്ലോകങ്ങളെ കൊണ്ട് ഒരധ്യായം കൊണ്ട് ഈ ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രയും വർണ്ണിക്കുന്നു. ബല്വലവധവും തീർത്ഥയാത്രയും. മറ്റേ സൂതനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. രോമഹർഷണനെ സ്ഥാനത്ത് അഭിഷേകം ചെയ്തു. അപ്പൊ നമുക്ക് നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഒരു അധ്യായം കഴിഞ്ഞാൽ പിന്നെ കുചേലോപാഖ്യാനമായി 80ഉം 81ഉം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം.